ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടാ. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. രാവിലത്തെ സുബഹി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോകാതെ നേരെ മുകൾക്ക് കയറിയതാട്ടോ. അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ വെയിലൊക്കെ ചൂടാകുമ്പോഴത്തിന് ക്ലീനിങ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. മുകളിലൊന്നും ഈ സമയത്ത് തീരെ വെയിൽ ചൂടായി നിൽക്കാൻ വയ്യ. ഹൗസ് വാമിങ് കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആദ്യം വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ അത് 8 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരു ദിവസമൊക്കെയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യൽ. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള സമയത്ത് ദിവസം വീണ്ടും നീണ്ടു പോവാണ്. എന്നാലും ഞാൻ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാറലയും പൊടിയും ഒക്കെ തട്ടിയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് വല്ലാതൊരു പൊടിയോ കാര്യങ്ങളൊന്നും വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവലില്ല. വീട് പണി നടക്കുന്ന സമയത്ത് ഡബിൾ ഹൈറ്റും വെളിച്ചം കിട്ടാൻ വേണ്ടി അവിടെ ഗ്ലാസ് ഇവിടെ ഗ്ലാസ് അതൊക്കെ കൊടുക്കും. പക്ഷേ ഈ ക്ലീനിങ് ചെയ്യണ സമയത്ത് മാറാലും പൊടിയൊക്കെ തട്ടാൻ ആകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവല്. അങ്ങനെ ഹാളിലെ പൊടിതട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിൻഡോസിൻ്റെ ഒക്കെ പൊടിയൊക്കെ ഒന്ന് തട്ടണം. ഇപ്പം ഞാൻ ക്ലോത്ത് വെച്ചിട്ടുണ്ടോ ഈ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഓരോ യൂട്യൂബർമാരൊക്കെ ഹൗസ് റിലേറ്റഡ് വീഡിയോയിലൊക്കെ വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറേ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത് ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. ഈ ഒരു ബെഡ്റൂം ആരും യൂസ് ചെയ്യണില്ലെങ്കിലും ക്ലീൻ ചെയ്യണ ദിവസം ഞാൻ ബെഡ്ഷീറ്റും മാറ്റാൻ നോക്കലുണ്ട്. കാരണം എന്തായാലും പൊടി ഉണ്ടാവും. പിന്നെ നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് 2-3 പേര് ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ലോങ് വീഡിയോസൊന്നും വോയിസ് ഓവർ കൊടുത്ത് അത്ര ഒരു ഐഡിയ ഇല്ല. ഷോർട്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സോങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നിലം അടിച്ചു വാരലാണ്. ഈ അടിച്ചു വാരുമ്പോൾ തന്നെ സൈഡ് ടേബിളൊക്കെ നീക്കാൻ പറ്റുന്ന ടൈപ്പ് ആയതുകൊണ്ട് അതൊക്കെ വലിച്ചിട്ടിട്ട് തന്നെയാണ് അടിച്ചു വാരൽ. മുകളിലൊന്നും എവിടെയും വിൻഡോസൊന്നും തുറന്നിടലില്ല, എന്നാലും ഭയങ്കര പൊടിയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ഹാളിലാണ് കേട്ടോ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുകളിലൊന്നും മക്കൾ കയറി പഠിക്കുകയൊന്നുമില്ല. ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. മുകളിലൊന്നും സ്റ്റഡി ടേബിൾ ഒരിക്കലും കൊടുക്കരുത്. പിന്നെ താഴെ വരുമ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതിൻ്റെ ഷെൽഫിൽ കൊണ്ടുവച്ചാൽ അങ്ങനെ ബുക്കും കാര്യങ്ങളൊന്നും പരന്ന് കിടക്കണത് കാണാൻ പറ്റില്ല. മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഫ്ലോറ് വൈറ്റായ കാരണം നല്ല വൃത്തിക്ക് തന്നെ അടിച്ചു വാരണം.
ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കാണും. അങ്ങനെ മുകളിലത്തെ ഹാളും ബെഡ്റൂമൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ മുകളിലത്തെ ബാൽക്കണി ക്ലീൻ ചെയ്തു. ഏറ്റവും ലാസ്റ്റാട്ടോ ഞാൻ ഓപ്പൺ ടെറസ് അടിച്ചു വരൽ. കാരണം അവിടെ നല്ല പൊടി ഉണ്ടാവും. പിന്നെ ആ ചൂല കൊണ്ട് എവിടെയും അടിക്കാൻ പറ്റില്ല ക്ലീൻ ചെയ്യാതെ. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നിലം തുടക്കാണ്. അടിച്ചു വാരൽ കഴിഞ്ഞാൽ തുടക്കാൻ വലിയ പണിയില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വൃത്തിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.